ഭഗവത്ഗീത കവിതാരൂപത്തിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം. ആദ്യത്തെ ഭാഗം 19 ശ്ലോകങ്ങളായിട്ട് വർണ്ണിച്ചു. രണ്ടാം ഭാഗം 23 ശ്ലോകങ്ങളുണ്ട്. ഇവിടെ അർജുനനോട് ഭഗവാൻ മറുപടി പറയുന്നതാണ്. ആര്യമല്ലൊട്ടും ഇന്നീ അർജുന ജൽപ്പനം നിൻ തത്വജ്ഞനെന്ന പോലെ ബാലിശം ചൊല്ലിടുന്നു. പണ്ഡിതനെന്ന പോലെ പാർത്ഥ പറഞ്ഞു നീയും പാപമാം ജൽപ്പനങ്ങൾ പാർത്തലം നഷ്ടമാക്കും. സഹജകർമ്മങ്ങളെല്ലാം സത്യധർമ്മങ്ങളാണ്. സത്യം വെടിഞ്ഞുവെന്നാൽ പ്രകൃതിയും നഷ്ടമാകും. തപനമാദിത്യധർമ്മം ജലനമഗ്നിക്കു ധർമ്മം പ്രകൃതിക്കുമുണ്ടു ധർമ്മം പ്രത്യേകമോരോന്നിനും. സ്വഭാവത്തിനാധാരമായി പ്രത്യേകമുണ്ടു ധർമ്മം. പഞ്ചേന്ദ്രിയത്തിനുണ്ട് കർമ്മങ്ങൾ ഓരോന്നിനും. ദർശനം കണ്ണിനുണ്ട്, സ്പർശനം ത്വക്കിനുണ്ട്, രസനത്തിനായി നാക്ക്, ഘ്രാണത്തിനായി മൂക്ക്, ശ്രവണത്തിനായി ശ്രോത്രം, ഭ്രമണത്തിനായി പാദം, കർമ്മത്തിനായി കൈകൾ, ധർമ്മങ്ങൾ ഓരോന്നിനും. ഭോഗത്തിനുണ്ടൊരംഗം, ത്യാഗത്തിനുണ്ടു മനസ്സ്. കർമ്മം സ്വഭാവനിഷ്ഠം, സഹജം സ്വഭാവകർമ്മം. കർമ്മത്തിലാസക്തിയാൽ ബന്ധനം വന്നിടുന്നു. നിഷ്കാമകർമ്മത്തിനാൽ മുക്തിയും വന്നു ചേരും. ആശാഫലത്തിൽ വന്നാൽ ബന്ധനം തെറ്റ തന്നെ ബന്ധുവായി തീർന്നിടും ഈ സംസാര ദുഃഖാർണവം. പാർത്ഥധരിച്ചു കൊള്ളുക ക്ഷാത്രധർമ്മങ്ങൾ നീയും. ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ തീർച്ച തന്നെ. ദ്രവണം സ്വഭാവമത്രേ ക്ഷത്രിയൻ സഹജഭാവം. ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ തന്നെയാണ്. ഉത്തിഷ്ഠ പാർത്ഥ ധർമ്മം ഗ്രഹിക്ക നീയും. ബന്ധുവായി തീർക്ക നീ ഈ സഹജകർമ്മത്തെ ഇനിയും. ഉത്തിഷ്ഠ പാർത്ഥ ധർമ്മം ഗ്രഹിക്ക നീയും. ബന്ധുവായി തീർക്ക നീ സഹജകർമ്മത്തെ ഇനിയും. ജനന മരണങ്ങളൊക്കെ നിശ്ചയം ഭുവിയിലെന്നും പരിതപിക്കേണ്ടതില്ലേ പ്രാണനെ ഓർത്തുതെല്ലും. ശാശ്വതം ഒന്നു മാത്രം ആത്മാവു നിത്യനത്രേ. ജീവാത്മരൂപമെല്ലാം പരമാത്മസ്ഫുരണമത്രേ. വെല്ലുവാൻ സാധ്യമല്ല, കൊല്ലുവാനാവതില്ല, കൊല്ലപ്പെടുകയില്ല അദ്വൈതമാത്മസത്യം. ജീവൻ ത്യജിച്ചിടുന്നു ജീർണിച്ചിടുന്ന ദേഹം. ദേഹം നിമിത്തമത്രേ ദേഹിക്കു നാശമില്ല. പ്രാണൻ പറന്നിടുന്നു പുത്തൻ ഗൃഹത്തിനായി. പാരിൽ ഗ്രമിച്ചിടുന്നു പുത്തൻ രഥത്തിലേറി. പ്രാണൻ പറന്നിടുന്നു പുത്തൻ ഗൃഹത്തിനായി. പാരിൽ ഗമിച്ചിടുന്നു പുത്തൻ രഥത്തിലേറി. ശകടം മറിഞ്ഞിടുമ്പോൾ തകിടം മറിഞ്ഞിടില്ല. പുതുവത്ത വാഹനത്തിൽ ഭ്രമണം തുടർന്നിടുന്നു. ഒരു വേള എത്തിടുന്നു അറിവിൻ്റെ ജ്വാല തേടി. അറിയുന്നു ആത്മതത്വം അറിവായി ജയിച്ചിടുന്നു. ദേഹിക്കുമുണ്ടു ദേഹം അന്ധക്കരണ ദേഹം. പുണ്യപാപങ്ങളാകും തോഴർ നയിച്ചിടുന്നു. ചിത്തം വിശുദ്ധമെന്നാൽ കർമ്മപാശങ്ങൾ അഴിയും. ദേഹം വെടിഞ്ഞേ വൈദേഹിയായി മാറും. നാദം ശ്രവിച്ചിടേണം, നാമം ജപിച്ചിടേണം. ബ്രഹ്മമായി മാറിടാനായി ചെയ്യണം കർമ്മയോഗം. ഇനിയും ഒരു കീർത്തനമാണ്. തോഴനായി കണ്ണനുണ്ട്. ഓളങ്ങളിലെങ്ങും ആഴമുള്ളാഴി തന്നിൽ തീരങ്ങളിൽ തിളയ്ക്കും തിരമാലയുണ്ടു താനും. തോണിയിൽ കയറിടേണം തോഴനോടൊത്തു നമ്മൾ. തേരിലെ കണ്ണനെയും തോഴനായി കൂട്ടിടേണം. ആഴമുള്ളാഴിയിലും താഴുകയില്ല തോണി. തോഴനായി കണ്ണനുണ്ടേൽ കുഴയും നൽകിടേണ്ട. ആഴമാണാണ്ടവൻ്റെ ഒഴിതൻ തോഴനാണ്. താങ്ങും തണലുമാണീ തോഴനെ ഒഴിതന്നിൽ.
കാറ്റും കൊടുങ്കാറ്റും ഈ കൂട്ടരെ തേടി വന്നാൽ കൂട്ടം വരികയില്ല കണ്ണൻ്റെ കൂട്ടുമൂലം. ആശയില്ലാത്ത തോഴൻ ആശയമാകുന്നവൻ കർമ്മങ്ങൾ ചെയ്തിടുന്നു. കർമ്മമില്ലാത്ത തോഴൻ പ്രാപ്യമല്ലാത്തതായി ഒന്നുമേയില്ലവന്. കൃഷ്ണന് പ്രാപ്യമല്ലാത്തതായി ഒന്നുമേയില്ലവന്. നാഥനാണച്യുതൻ ഈ ലോകത്രയത്തിനെന്നും. യോഗിയാണെന്നാകിലും കർമാനിരാതനാണ്. സർവജഗത്തിനും ആധാരമാണു താനും. ലോകഹിതത്തിനായി കർമ്മങ്ങൾ ചെയ്യുക വേണം. മന്ത്രമാണെന്നുമെന്നും കർമ്മയോഗം നമുക്ക്. മന്ത്രമാണെന്നുമെന്നും കർമ്മയോഗം നമുക്ക്. മന്ത്രമാണെന്നുമെന്നും കർമ്മയോഗം നമുക്ക്. മന്ത്രമാണെന്നുമെന്നും കർമ്മയോഗം നമുക്ക്. രചന ശിവകുമാർ ഐത്തറ.